ഇപ്പോൾ CPM-ന്റെ പ്രകടന പത്രിക കണ്ട് ഇപ്പോൾ പാർട്ടി ചെറുതാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണ് അതിലുള്ളത്. പൗരത്വ നിയമം റദ്ദാക്കും, UAPA. അപ്പോൾ ഈ UAPA നിയമം കൊണ്ടുവന്ന കാലത്ത് 2008 CPM ഇവർ രണ്ടാളും ഒന്നിച്ചു കണ്ടാണ് കൊണ്ടുവന്നത്. അന്ന് സെബാസ്റ്റ്യൻ പോൾ അതിനെതിരെ വോട്ടിങ്ങിൽ പാർലമെൻറ്റിൽ അതിനെതിരെ വിട്ടുനിന്നപ്പോൾ പാർലമെൻറ്റിൽ CPM വിപ്പ് കൊടുത്ത് UAPAക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെബാസ്റ്റ്യൻ പോൾ അതിനെതിരെ വിട്ടുനിന്നപ്പോൾ സെബാസ്റ്റ്യൻ പോളിനോട് കാരണം ചോദിച്ച പാർട്ടിയാണ് CPM. CPM ഇപ്പം പ്രകടന പത്രിക പറയുന്നത് UAPA ഒഴിവാക്കുന്നതാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പോളിനോട് മാപ്പ് പറയുമോ CPM എന്നാണ് എൻ്റെ ചോദ്യം. യെസ് ബാദുഷാ. ഇവിടെ CPM-ന്റെ പ്രകടന പത്രികയുടെ വലിപ്പം ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള സംസാരം. CPM-ന്റെ പ്രകടന പത്രിക 2004 തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരുന്നു. ആ പ്രകടന പത്രികയിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിലാക്കുമെങ്കിലേ ഞങ്ങൾ പിന്തുണ തരുള്ളൂ എന്ന് കോൺഗ്രസിനോട് പറഞ്ഞ് പിന്തുണ കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ 5 പദ്ധതികൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകൾ മറച്ചു നോക്കിയാൽ കാണാം. അതിലേറ്റവും പ്രഥമമായിട്ടുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ ഇടതുപക്ഷം പ്രകടന പത്രികയല്ലേ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യമാണ് എത്രയാണല്ലോ ഉത്തരവാദിത്വം നൽകുന്നത്. ചോദ്യം അതല്ലല്ലോ. ചോദ്യം തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചോദിച്ച ചോദ്യം പ്രകടന പത്രികയുടെ വലിപ്പ ആ ചോദ്യമാണ്. അല്ലല്ല, സെബാസ്റ്റ്യൻ പോളിനോട് മാപ്പ് പറയുന്നതാണ്. അനിൽ നമ്പ്യാർ ഞങ്ങളെടുത്ത് ചെലവഴിക്കാൻ അജണ്ട അത് പെട്ടിയിൽ വെച്ചാൽ മതി. ചോദ്യത്തിന് മറുപടി പ്രകടന പത്രികയുടെ വലിപ്പ പറഞ്ഞു. പ്രകടന പത്രിക CPIM ഇവിടെ വലിയ പ്രകടന പത്രിക ഇറക്കി എന്നാ പറഞ്ഞത്. ആ പ്രകടന പത്രിക ഇറക്കിയതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഇടതുപക്ഷ ഞങ്ങളുടെ മുന്നണി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഏത് ഗവൺമെന്റിന്റെ മുമ്പിലോ ധീരമായി ഈ പ്രകടന പത്രിക നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് തന്നെയാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. UAPA നിയമത്തെ കുറിച്ച് എന്താ UAPA നിയമം? അദ്ദേഹം സെബാസ്റ്റ്യൻ പോളിന്റെ കാര്യങ്ങൾ അങ്ങനെ ചെറുതായി കാണേണ്ട നിയമമൊന്നുമല്ലല്ലോ അത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ആളുകളെ ഏത് തരത്തിലും ആർക്കും പരാതി കൊടുത്താൽ അകത്തിടുക. ആ നിയമം ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ നിങ്ങളിപ്പോൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളും, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരാക്രമങ്ങളും അത്തരം നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാ. ജാമ്യമില്ലാതെ അകത്തിട്ട് പോകുന്ന വകുപ്പുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഏത് വകുപ്പ് ചോദിച്ചിട്ടാ? അതാ കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും അവർ മൗനം നടിക്കുന്നത് കൊണ്ടാണ്. പാർലമെന്റിൽ ഈ നിലപാടുകളൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം വലിയ വലിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPM. ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം, മുത്തലാഖ് നിരോധിക്കണം എന്നൊക്കെ ഏറ്റവും തവണ ഈ രാജ്യത്ത് പ്രസംഗിച്ചിട്ടുള്ള ആള് EMS നമ്പൂതിരിപ്പാടാ. അന്ന് BJP ചെറിയൊരു പാർട്ടിയാണ്. അങ്ങനെ പറയില്ല സജീവൻ. ചർച്ച ചെയ്ത എങ്ങനെ സിവിൽ കോഡ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാവണം. അതിനെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത്. EMS-ന്റെ വാക്കുകൾ വലിച്ചേച്ച് ഞങ്ങളന്ന് ഒരുമിച്ച് മത്സരിച്ചവരാണ്, ഞങ്ങളന്ന് കെട്ടിപ്പിടിച്ച് നടന്നവരാണെന്ന് നേരത്തെ പറഞ്ഞു. ആമുഖത്തിൽ പറഞ്ഞല്ലേ നിങ്ങൾ ഒരുമിച്ച് നടന്നവരാണ്. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ അജണ്ടയാണല്ലോ നിങ്ങൾ രണ്ടുപേരും നടപ്പാക്കുന്നത്. തെളിവ് തരാം. ഇതാ 2012 ഏപ്രിൽ മാസം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കോഴിക്കോട് നടന്നിട്ടുള്ള CPM-ന്റെ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിൽ ശക്തമായിട്ടുള്ളൊരു പ്രമേയം വന്നു. CAA നടപ്പിലാക്കണം, CAA നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതില് മതമുണ്ടോ എന്ന് ഇപ്പൊ ബാദുഷ രണ്ടാമത് ചോദിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വാക്ക് കൃത്യമായിട്ട് മറുപടി പറയാം. The party Congress recognize that the heightened insecurity of these communities എന്ന് പറഞ്ഞാൽ അതില് ആ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ വരുന്നില്ല. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയം നിങ്ങൾക്ക് എടുത്തു നോക്കാം. അവരിപ്പോ CAA-ക്കെതിരായിട്ട് നിലപാട് വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുക. എന്നിട്ട് ഈ ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നടക്കാൻ, നിങ്ങളിപ്പോ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നടക്കല്ലേ?